ഗൈസ്, ദിസ് ഈസ് ഡേ 17. ഇന്ന് നമ്മുടെ അംബ്രാസറിൻ്റെ സെഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ സെഷന് നമ്മുടെ ബിസിനസ്സിൻ്റെ കുറിച്ചിട്ട്, ബിസിനസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കുക, അതൊക്കെയാണ് ഇവിടെ ഡിസ്കഷൻ നടക്കുന്നത്. നമ്മൾ 4 ടീംസ് ആയിട്ട് ഇരിക്കുന്നത്. 4 ടീംസ് നല്ല ചർച്ച ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻ ഉണ്ട്. അവിടെ ഡിസ്കസ് ആക്കുക ഒരു ബിസിനസ് സ്റ്റാർട്ട് എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് അതിൻ്റെ കുറിച്ചിട്ട് ാണ്. ആകെ മൈൻഡ് ജിമ്മിന് വേണ്ടത് നിങ്ങളുടെ മൈൻഡ് മാത്രമാണ്. ഓക്കെ, സ്ട്രെസ് മാനേജ്മെന്റും റെസിലിയൻസും. പക്ഷേ എപ്പോഴാണ് ഇത് പാളുക? അല്ല, കോർട്ടിസോളിന്റെ ലെവൽ കൂടുമ്പോൾ. കോർട്ടിസോളിന്റെ ലെവൽ കൂടുമ്പോൾ എവിടേക്കാണ് ഇത് എഫക്റ്റ് ആവണമെന്ന് നോക്കിക്കോ. ബ്രെയിനില്, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ പെയിൻ്റെ സെൻസിറ്റിവിറ്റി, സെറോട്ടോണിൻ കുറയും, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ആവും, ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ആവും. ഇതൊക്കെയാണ് ഇതിന്റെ ലെവൽ കൂടുന്ന സമയത്ത് സംഭവിക്കണത്. പിന്നെ അഡ്രീനൽ, ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം. അഡ്രീനലൈൻ ആണെങ്കിലോ ഒന്നില്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷാതെ ഓരോരുത്തരുടെ മനക്കരുത്ത് പോലെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ. വണ്ടി ഇടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ചാടുന്നില്ലേ, ഫ്ലൈറ്റ്, അതിനൊക്കെ സഹായിക്കുന്ന ഹോർമോണ് എന്താണ്? അഡ്രീനലൈൻ ആണ്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് സ്പീഡ് ടു റെസ്പോൺസ് ടു ഡേഞ്ചർ എന്നുള്ള സാധനം. ഇപ്പോ ഒരു പാമ്പ് കൊണ്ടുവന്നിരുന്നില്ലേ ജാസിർ, അത് പെട്ടെന്ന് ഇട്ടപ്പോൾ നമ്മൾ ചാടണില്ലേ, പെട്ടെന്ന് ചാടിയില്ലേ, ഈ അല്ല ഓന് പെട്ടെന്ന് നമ്മൾ ചാടിയില്ലേ, അത് റെസ്പോണ്ട് ടു ഡേഞ്ചർ ആണ്. അവിടെ നമ്മുടെ ഞാനിന്ന് പറയാൻ പോകുന്നത് ജപ്പാനിൽ ജനിച്ചു വളർന്നൊരു ബാലൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ, കാർ ബ്രാൻഡുകളിലൊന്ന് നിർമ്മിച്ചെടുത്ത കഥയാണ്. ആളുടെ ലൈഫ് സ്റ്റോറിയാണ് പറയുമ്പോൾ. 1906 ഹമാമാസുലെ കോമിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു. ആളുടെ പേര് സൂഷിരോ എന്നാണ്. ഫുൾ നെയിം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന പണിക്കാരനായിരുന്നു. അമ്മ ഒരു തയ്യക്കാരിയായിരുന്നു. തുന്നണ പരിപാടിയാണ് അമ്മക്ക്. സാധാരണ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചു വളർന്നിട്ടുള്ളത്. ഭയങ്കര വികൃതിയാണ്. കുട്ടിക്കാലം മുതലേ കളിയും കുറുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടിയായിരുന്നു. പിന്നീട് ഈ കുട്ടിക്ക് അപ്പൂപ്പൻ്റെ പിന്നാലെ ഈ അരി പൊടിക്കണ മില്ലിലൊക്കെ അങ്ങനെ കുട്ടീനെ കൊണ്ടുപോയി. എങ്ങോട്ട് പോകുമ്പോഴും കുട്ടീനെ കൂടെ 4 സൈഡിലും ഇങ്ങനെ വണ്ടികളെ കാണുന്നത്. എന്താ അത് കാട്ടണമെന്ന് അറിയില്ല. ഒരു സാധാരണ ഒരു ഗ്രാമത്തിലെ ജനിച്ചു വളർന്നിരുന്നു. ഇത്ര വണ്ടികളൊന്നും കണ്ടിട്ടില്ല. ഒരു കൗതുകം ഉണ്ടായിരുന്നു കുട്ടിക്ക്, ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചിട്ട് ആർട്ട് ഷോക്കായി എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി റിപ്പയർ ചെയ്യുന്ന കടയിലേക്ക് എത്തി. ഇനി അതേപോലെ തന്നെ ഇതുണ്ട്, വ്യൂ മോഡ് മാറ്റണമെങ്കിൽ ഇവിടെ വരിക, എഡിറ്റിംഗ് മോഡിലേക്ക് മാറ്റുക. ഇവിടെ ഒരു അതിൻ്റെ ചിഹ്നമാണ്, വ്യൂ മോഡിലാണ് കിടക്കുന്നത്. എഡിറ്റിംഗ് മോഡിലേക്ക് ആക്കണമെങ്കിൽ എഡിറ്റിംഗ് മോഡിലേക്ക് വരിക. ക്ലിയർ? ഇനി നമുക്ക് ഈ ഡോക്യുമെൻറ്റിലെ ഇപ്പോൾ കൊടുത്ത ഒരു കോഴ്സ് നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, സെയിം ആണ്. ഹൈറ്റ്, വിഡ്ത്ത്, ടെക്സ്റ്റ് റാപ്പിംഗ് എന്നുള്ളൊരു സാധനം പുതിയൊരു സംഭവമാണ്. ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോനെ നമുക്ക് ടെക്സ്റ്റുമായിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്ന് ചെറുതാക്കണ്ടേ ഞാനിതിനെ. ഇപ്പോൾ ടെക്സ്റ്റ് റാപ്പിംഗ് കിടക്കുന്നത് ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് ആണ്. നമ്മൾ വെക്കുന്ന ലൈനിൽ പോയിട്ട് എന്ത് ചെയ്യും, ഈ ഇമേജ് ഇരിക്കും. ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതെടുത്തു, റാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഈ ഇമേജ് ഈ ടെക്സ്റ്റിൻ്റെ ഇവിടെ കൊടുത്തിട്ടാണ്. ക്ലിയർ ആവുണ്ടോ? ഇതാണ് ടെക്സ്റ്റ് റാപ്പ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്.
ഇനി ഇതല്ലാതെ ബ്രേക്ക് ടെക്സ്റ്റ് ഉണ്ട്. ഏതാണോ കൊണ്ടുവരേണ്ടത് ഇത് വെച്ചുകൊടുത്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബാക്കി ടെക്സ്റ്റ് വരും. ദെൻ ബിഹൈൻഡ് ദി ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റിൻ്റെ പുറകിൽ പോയി കിടക്കും. ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. ഇത് എവിടെയാണ്, ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇമേജ് ഓപ്ഷനിൽ ടെക്സ്റ്റ് റാപ്പ് എന്നുള്ള ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ വരുന്നത്. ഇൻലൈൻ വിത്ത് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആ ടെക്സ്റ്റ് ഇരുന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, താഴേക്ക് ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഇമേജ് പ്ലേസ് ചെയ്യും. റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ പാക്കേജ് മെറ്റീരിയൽ ഉണ്ട്. ടീഷർട്ടിൽ നോർമലായിട്ട് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മളേതായ ബ്രാൻഡിൽ ഒരു ചെറിയ പാക്കേജ് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കവറിനുണ്ട്. ആൾക്കാർ സ്മൂത്ത് ബോക്സിലൊക്കെ ചെയ്യും. അതിന്റെ ടാഗ് ഉണ്ടാവുക, അത് ടാഗ് അതാണ് ഗ്രോത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെയാണ് ഇങ്ങനെ, ഇങ്ങനെയാണ് ഇങ്ങനെ, ആ സാധനം അതല്ലേ ഇപ്പം പറഞ്ഞ സസ്റ്റൈനബിലിറ്റി നമുക്കൊരു പോയിന്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഡ്രസ് പറയുമ്പോൾ എന്താണ്, ഒരു വേറെ ആളുടെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ മനസ്സിലായോ, ഡ്രസ് അവിടെയാണ് യൂസ് ആക്കുക. പക്ഷേ ഈ ഡു ഡസ് ബിഡ് സ്റ്റാർട്ടിങ് തന്നെ ചോദിക്കുമ്പോൾ ആൻസർ അത് ഇൻക്ലൂഡ് ആകണം. അതാണ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? ഇപ്പോ